പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിലെ ഇഡി റെയ്ഡിന് പിന്നാലെയുണ്ടായ സംഘർഷത്തിൽ സംസ്ഥാന സർക്കാരിനെയും സിപിഎമ്മിനെയും കടുത്ത ഭാഷയിൽ വിമർശിച്ച് വി മുരളീധരൻ എംഎൽഎ രംഗത്ത്. മടിയിൽ കനമുള്ളതുകൊണ്ടാണ് സിപിഎം അക്രമം അഴിച്ചുവിടുന്നത് എന്നും ആഭ്യന്തര വകുപ്പിന് ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചത് എന്നും വി മുരളീധരൻ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിലെ ഇഡി പരിശോധനയ്ക്ക് പിന്നാലെ ഉദ്യോഗസ്ഥരുടെ വാഹനം തകർക്കുകയും അവരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്ത സംഭവത്തിൽ കടുത്ത പ്രതികരണവുമായാണ് മുതിർന്ന ബിജെപി നേതാവും എംഎൽഎയുമായ വി മുരളീധരൻ രംഗത്തെത്തിയത്. ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെ ഉണ്ടായ ആക്രമണം അതീവ ഗൗരവതരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. CMRL എക്സാലോജിക് കേസിലെ അന്വേഷണം തടസ്സപ്പെടുത്താൻ സംസ്ഥാനത്ത് ബോധപൂർവമായ പല നീക്കങ്ങളും നടന്നിട്ടുണ്ടെന്ന് മുരളീധരൻ കുറ്റപ്പെടുത്തി. മുൻപ് ഇത്തരം കേസുകളിലൊന്നും ആരെയും പരിഭ്രാന്തരാക്കില്ലെന്നാണ് പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ പരിഭ്രാന്തിയില്ലെങ്കിൽ എന്തിനാണ് പാർട്ടി പ്രവർത്തകരെ ഇളക്കിവിട്ട് അക്രമം അഴിച്ചുവിട്ടതെന്ന് മുരളീധരൻ ചോദിച്ചു. മടിയിൽ കനമില്ലാത്ത ആളുകൾ എന്തിനാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ കല്ലെറിയുന്നത്? അതിന്റെ അർത്ഥം മടിയിൽ നല്ലതുപോലെ കനമുണ്ട് എന്ന് തന്നെയാണ്. മിനിയാന്ന് ഈ അന്വേഷണത്തിനെതിരായിട്ട് കേരള ഹൈക്കോടതിയുടെ മുമ്പിൽ ഉണ്ടായിരുന്ന തടസ്സവാദങ്ങൾ ഹൈക്കോടതി തള്ളിക്കൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള അനുവാദം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇന്നലെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് 10-12 സ്ഥലങ്ങളിൽ അവർ ഒരു തെരച്ചിൽ നടത്താൻ വേണ്ടിയിട്ട് പോയത്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ പിണറായി വിജയൻ നിയമസഭയിൽ അദ്ദേഹം പറഞ്ഞത് ഇതുപോലത്തെ കേസുകളൊന്നും ആരെയും പരിഭ്രാന്തരാക്കില്ല. കാരണം മടിയിൽ കനമുള്ളവന് മാത്രമേ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ. പിണറായി വിജയന് പരിഭ്രാന്തി ഇല്ലെങ്കിൽ ഇന്നലെ പാർട്ടി പ്രവർത്തകരെ ഇറക്കിവിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് അക്രമം അഴിച്ചുവിടാൻ അതിൻ്റെ കാരണം മടിയിൽ കനമുണ്ട് എന്നുള്ളത് കൊണ്ടാണോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. റെയ്ഡിനിടെ ക്രമസമാധാനം ഉറപ്പിക്കുന്നതിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് വലിയ വീഴ്ചയാണ് ഉണ്ടായതെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി. പുതിയ UDF സർക്കാരിന് കീഴിൽ പോലീസ് ഇപ്പോഴും മുഖ്യമന്ത്രി VD സതീശന്റെയോ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെയോ നിയന്ത്രണത്തിൽ വന്നിട്ടില്ല എന്ന് ഇതോടെ സമ്മതിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പരിഹസിച്ചു. തിരുവനന്തപുരത്ത് ബേക്കർ ജംഗ്ഷനിൽ ഇത്രയും വലിയൊരു ആക്രമണം രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുക എന്ന് പറഞ്ഞാൽ കേരള പോലീസ് എവിടെ പോയി ഒളിക്കുക? തൊട്ടപ്പുറത്തുനിന്ന് നന്ദാവനം ക്യാമ്പിൽ 100 കണക്കിന് പോലീസുകാർ വെറുതെ ഇരിക്കുകയല്ലേ? അവരവിടെ തയ്യാറായിട്ട് നിൽക്കുകയല്ലേ? ആ തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം നടക്കുമ്പോൾ ആ അന്വേഷണത്തിൽ അക്രമം അഴിച്ചുവിടുന്ന ആളുകളെ നേരിടാൻ എന്താ നിയോഗിക്കാതിരുന്നത്? അപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പ് ഒന്നുകിൽ ഇപ്പോഴും പോലീസ് രമേശ് ചെന്നിത്തലയുടെ നിയന്ത്രണത്തിൽ വന്നില്ല, സതീശൻ്റെ നിയന്ത്രണത്തിൽ വന്നില്ല എന്ന് സമ്മതിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം ഇത്രയും കാലം എന്താ നിങ്ങൾ അന്വേഷിക്കാത്തത്, എന്താ റെയ്ഡ് നടത്താത്തത് എന്ന് ചോദിച്ച ആൾക്കാർ റെയ്ഡ് നടത്താൻ വരുമ്പോൾ അവർക്ക് ഇന്നലെ വരെ എടുത്ത സമീപനമല്ല ഇന്നുള്ളത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി. ഇഡി നടപടിക്ക് പിന്നിൽ കോൺഗ്രസ് BJP ഡീൽ ആണെന്ന CPM ആരോപണം വെറും തമാശയാണ്. ഈ കേസ് കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായതല്ലെന്നും വർഷങ്ങളായി അന്വേഷണത്തിലുള്ളതാണെന്നും വി മുരളീധരൻ കൂട്ടിച്ചേർത്തു. ജനം, ഡൽഹി.